ദീപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഏത് വാട്ടർഫാൾസ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ തൊടുപുഴയിൽ നിന്നും ഒരു മാക്സിമം 20 കിലോമീറ്ററേ കാണത്തുള്ളൂ, തൊടുപുഴ സിറ്റിയിൽ നിന്നും. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആനച്ചാടി വാട്ടർഫാൾസ് എന്ന് പറയും. അപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വണ്ടമറ്റം നിന്ന് ഞാറുകുറ്റി, വണ്ടമറ്റം, അതുപോലെ തന്നെ വണ്ണപ്പുറം ആ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദൃശ്യം 2 കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ സ്ഥലമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിന്, അതായത് നല്ല ചൂടാണ്, ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. ഇപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് കാണാൻ. ഒരു ദിവസം നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് ഒന്ന് ചില്ലാവാനും പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ എല്ലാവരും സൂക്ഷിക്കണം, വെള്ളച്ചാട്ടമാണ്. അപ്പോൾ കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ എല്ലാം സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അവിടെ സെക്യൂരിറ്റി കാര്യങ്ങൾ, ഗാർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മൾ സൂക്ഷിക്കണം. ഇപ്പം നമ്മൾ കാളിയാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാളിയാറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും, അതായത് വണ്ണപ്പുറത്തിന് മുമ്പായിട്ട് ഒരു എന്താ പറയുക, ഒരു അമ്പലത്തിൻ്റെ ഒരു ഭണ്ഡാരപ്പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് പോകണം. റൈറ്റിലോട്ട് തിരിഞ്ഞ് വേണം പോകാൻ. വീണ്ടും അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആനച്ചാടി വാട്ടർഫാൾസ് എന്ന്. ഒരു പാലമൊക്കെ കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞത് ഇവിടെയായിട്ട് നമ്മളിപ്പോൾ അടുത്ത് തന്നെയാണ് ഇത്. അവിടെ ഒരു സ്റ്റേ ഉണ്ട്, ഹോം സ്റ്റേ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ അടുത്ത് തന്നെയുണ്ട്. വലിയ റേറ്റൊന്നും വരത്തൊന്നുമില്ല, അവിടെ ഉണ്ട്. ഞാൻ ആ കാണിച്ച ബിൽഡിങ് സ്റ്റേ ആണ്, ഹോം സ്റ്റേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അവിടെ വേണമെങ്കിലും വണ്ടി നിർത്താൻ പാർക്കിങ്ങും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നു, കാരണം നമുക്ക് അവിടെയാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള. അവിടെ വന്ന് കഴിയുമ്പോഴത്തേനും താഴെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ദൂരമുള്ളൂ. കാരണം മേളിലത്തെ വഴി കൂടെയും വരാം, പക്ഷേ കരിമണ്ണൂർ വഴി കൂടെയും വരാം. വന്നു കഴിയുമ്പോഴത്തേനും കുറേ നമ്മളിങ്ങനെ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്, കുറേ ദൂരം നടക്കേണ്ടതുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ നമുക്ക് നടക്കാനുള്ളൂ. അപ്പോൾ അതാ ഇവിടെ വണ്ടി നിർത്തി. അവിടെ ഒരു ഫീസുണ്ട് നമുക്ക്, അതായത് വണ്ടിക്ക് പാർക്കിംഗ്, 2 വീലർ പാർക്കിംഗ് 20 രൂപയാണ്. പിന്നെ അവിടെ തോർത്തും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്നും കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചുമ്മാ ഒരു തോർത്ത് മാത്രം മേടിച്ചു. നമ്മൾ കുറേ നാളായി പോയിട്ട് ഇപ്പോൾ അവിടെ വെള്ളം ഉണ്ടോ എന്നൊന്നും അറിയില്ലാത്ത ഒരു ഇതിലായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ നല്ല സൂപ്പറായിരുന്നു. എന്തായാലും തോർത്ത് മേടിച്ച് നന്നായി. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ പതിയെ പോകാം. പക്ഷേ ഈ പോകുന്ന വഴിക്ക് ഇതുണ്ട്, ഇവിടെയൊക്കെ ഒരുപാട് മനുഷ്യർ ഭയങ്കരമായിട്ട് കുപ്പിച്ചില്ലൊക്കെ, അതായത് കുപ്പിയൊക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ പോകുന്നവരൊക്കെ അതിലെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മാത്രമേ അതൊക്കെ ക്ലീനായിട്ട് നീറ്റായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. കുഞ്ഞു മക്കളൊക്കെ നടക്കുന്നതാണ്. എല്ലാ വയസ്സായവരും ഒക്കെ നിറയെ പേര് വരുന്നുണ്ട്. മക്കളും ഫാമിലിയായിട്ടും കുഞ്ഞുമക്കളായിട്ടും ഒക്കെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോകുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അവിടെ നിന്ന് നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവിടെയൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ട് പോകണം. മക്കളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ എത്രയും സൂക്ഷിച്ച് വേണം. മേളിലോട്ടൊന്നും അങ്ങനെ അധികം കയറാതിരിക്കുക. ഒരു വലിയ പാറയാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മേളിലോട്ട് കയറുകയാണ്. അടുക്കാറായി. മാക്സിമം താഴേന്ന് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ്. ഇപ്പോൾ വയസ്സായവരൊക്കെയാണ്, ഒത്തിരി സ്പീഡിൽ നടക്കില്ലെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് മാക്സിമം മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. 5 മിനിറ്റിൽ കയറാവുന്നുള്ളൂ. ഞാൻ വയസ്സായതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പം ഞാൻ ആ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ പറഞ്ഞ കരിമണ്ണൂർ വഴി വന്നിട്ട് മേളിൽ കൂടെ കയറി താഴേക്ക് വരാമെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് നോക്കിയാലറിയാം, കുറച്ച് ദൂരം, ആ ദൂരത്തിൽ നിന്ന് മേളിലോട്ട് കയറ്റമാണ്. എനിക്ക് തോന്നുന്നു ഒരു 1/2 മണിക്കൂറോളം മേളിലോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള എളുപ്പം നിങ്ങൾക്ക് ഈ വഴി വരുന്നതായിരിക്കും എളുപ്പം. പിന്നെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും അവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്കവിടെ കടയുണ്ട്. അത്യാവശ്യം ചായ, കാപ്പി. ചായ എനിക്ക് തോന്നുന്നു അവിടെ ഇല്ലാന്ന്, കാപ്പിയാണുള്ളത്. കാപ്പിയുണ്ട്, പിന്നെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്, മിഠായി ഐറ്റംസ്, പിന്നെ ഉള്ളിവട, ഉഴുന്നുവട, പിന്നെ ബജ്ജി, അങ്ങനെ പഴംപൊരി ഇതൊക്കെയുണ്ട്. പിന്നെ കപ്പ, മീൻ ഇതൊക്കെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് ചെയ്യാം. നിങ്ങൾക്ക് സേഫായിട്ട് ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാശ് ഒരു ചെറിയ എമൗണ്ട് ഉണ്ട് അവിടെ. അതൊക്കെ എത്രയാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. നമ്മളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചോദിച്ചില്ല. പക്ഷേ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കെയർഫുള്ളായിട്ട്. അപ്പം അവിടുന്ന് പതിയെ ഇറങ്ങി നമ്മളിപ്പുറത്തേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. നല്ല ഭംഗിയായിരുന്നു. കാരണം
ഈ ക്ലൈമറ്റിന് നല്ലൊരു ഈ കാലാവസ്ഥയ്ക്ക് നമുക്ക് ഒരു ദിവസം ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയായിട്ടും അല്ലെങ്കിൽ നമ്മൾ തന്നെയോ ഒക്കെ ഒന്ന് പോയിട്ടൊന്ന് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ആനച്ചാടി വാട്ടർഫാൾസ്. അപ്പോൾ കാണാത്തവരൊക്കെ, അടുത്തുള്ളവരൊക്കെ കാണാത്തവരും പോകാത്തവരും ഒക്കെ ഒന്ന് പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിക്കാതെ പോയതാണ്. പക്ഷെ വെള്ളം കണ്ട ഒരു പ്രാന്തായതുകൊണ്ട് കണ്ടതേ പോയി ഇറങ്ങി. എന്തായാലും ഒരു തോർത്ത് മേടിച്ചത് നന്നായി എന്ന് പിന്നീട് തോന്നി. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇതേപോലെ നമ്മളെപ്പോലെ ആവാണ്ട് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുറേ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. കാരണം ഇട ദിവസമാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഫാമിലി ആയിട്ടും ഫുഡൊക്കെ കൊണ്ടുവന്ന് അവിടെ പാറയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാവരും എന്താ പറയുക, പഴയ ഒരു കാലത്തിലേക്ക്, കുട്ടിക്കാലത്തിലേക്കൊക്കെ പോയി. ഞങ്ങളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പൊതി കെട്ടി, നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടി പോകില്ലേ, ആ പോലെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പോവുകയാണ് ഗൈസ് വെള്ളത്തിൻ്റെ ഇടയിലേക്ക്. എന്താ പറയുക, വെള്ളം കണ്ട പണ്ടേ പ്രാന്ത. അപ്പോൾ അതുകൊണ്ട് എൻജോയ് ചെയ്തു. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. കുറച്ച് സമയം എന്താ പറയുക, നല്ലൊരു മൈൻഡ് റിലാക്സ് ആയിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണുക. കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എവിടെയൊക്കെ. ആനച്ചാടി വാട്ടർഫാൾസാണ്. തൊടുപുഴയിൽ നിന്ന് ഒരു 18-20 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള നമ്മുടെ ഒരു ഇടുക്കി. എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടും എന്താ പറയുക, കോസ്റ്റ്യൂം കൺട്രിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ കാഴ്ചകളുള്ളൊരു സ്ഥലമാണ്. അതിലൊരു നല്ലൊരു വൈബാണ്, ഭയങ്കര വൈബാണ്. കാരണം അതും നല്ല തണുത്ത വെള്ളമാണിന്ന്. എന്താ പറയുക, അത്രയും ദൂരത്തുനിന്ന് നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു വെള്ളത്തിന്. കുട്ടികളെയൊക്കെ കൊണ്ട് പോകുന്നവർ സൂക്ഷിക്കണം. വലിയ താഴ്ചയൊന്നുമില്ല എന്നിരുന്നാൽ പോലും സൂക്ഷിക്കണം. ഓക്കെ. അപ്പം മലമേലെ തിരിവെച്ച് പെരിയാറിൻ തലയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നനവൂറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതേൻ്റെ ഒരു പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്.